സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു. ചെറുതുരുത്തി കൊച്ചിൻ പാലം മുതൽ വെട്ടിക്കാട്ടിരി വരെ സംസ്ഥാന പാതയോട് ചേർന്ന് കിടക്കുന്ന PWD പുറമ്പോക്ക് സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സർവേ ആരംഭിച്ചതോടെ വ്യാപാരികൾ ആശങ്കയിൽ. നിലവിലെ അളവുകൾ അനുസരിച്ച് 30ഓളം വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ബുധനാഴ്ച രാവിലെ ഉദ്യോഗസ്ഥർ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലുള്ള റോഡിന്റെ ഇരുവശങ്ങളും അളന്ന് തിട്ടപ്പെടുത്തി. 40 വർഷത്തിലധികമായുള്ള പല വ്യാപാര സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടും. സർവേ നടപടികൾ ആരംഭിച്ച ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിന് വ്യാപാരികളും നാട്ടുകാരും ഉൾപ്പെടെ ആളുകൾ തടിച്ചുകൂടി. എന്നാൽ PWD സ്ഥലങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും വെട്ടിക്കാട്ടിരി സെന്റർ മുതൽ ചെറുതുരുത്തി കൊച്ചിൻ പാലം വരെയുള്ള PWD കയ്യേറ്റങ്ങൾ തിട്ടപ്പെടുത്തി പിന്നീട് ആവശ്യമായ മുറയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുമെന്നും PWD ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിലവിലെ അളവുകൾ അനുസരിച്ച് 30ഓളം സ്ഥാപനങ്ങൾ പൂർണ്ണമായും 10ഓളം സ്ഥാപനങ്ങൾ ഭാഗികമായും നഷ്ടപ്പെടും. ചേലക്കര PWD ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സർവേയർ സുരേഷിന്റെ മേൽനോട്ടത്തിലാണ് സ്ഥലങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് നൽകിയ പ്രപ്പോസലിൽ കാൽനട യാത്രക്കാർക്ക് നടക്കുന്നതിനുള്ള നടപ്പാതയും ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലായി അണ്ടർ പാസേജും വെച്ചിരുന്നു. കൊച്ചിൻ പാലം മുതൽ വെട്ടിക്കാട്ടിരി സെന്റർ വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി പേർ PWD സ്ഥലങ്ങൾ കയ്യേറി കെട്ടിടങ്ങളും മറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഒഴിപ്പിക്കുന്നതിനും കലാമണ്ഡലത്തിന് സമീപം റെയിൽവേ മേൽപ്പാലം വരുന്ന പക്ഷം അതിനുവേണ്ട റോഡിന്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനും ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് മന്ത്രിയും PWD ഉദ്യോഗസ്ഥരും ചേർന്ന യോഗത്തിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ നൽകിയ പ്രപ്പോസൽ അംഗീകരിച്ച് മണ്ണ് പരിശോധന നടത്തിയിരുന്നു. കേരള കലാമണ്ഡലം ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം തുടങ്ങി ലോകശ്രദ്ധയാകർഷിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നതിനാൽ തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി മുതൽ വെട്ടിക്കാട്ടിരി വരെയുള്ള പ്രദേശങ്ങളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ഈ പ്രദേശങ്ങളിലെ 100 കണക്കിന് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന വാഹനങ്ങൾ നിർത്തിയിടുന്നതിന് പോലും അടിസ്ഥാന സൗകര്യങ്ങളില്ല. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അണ്ടർ പാസേജിലൂടെ മറുവശത്തേക്ക് എത്താനാകും. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഒരു പരിധിവരെ ഈ സംവിധാനം ഉപകരിക്കും. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി.